സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡ് കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനത് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇതൊരു റോബസ്റ്റ പഴമാണ്. ഇത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. റോബസ്റ്റ പഴത്തിന് പകരം നിങ്ങളുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അതേതെങ്കിലും എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ന്യൂട്ടെല്ല തേച്ച് കൊടുക്കാം. ഇതൊരു വശത്ത് തേച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് പഴം വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം പഴം വെച്ച് കൊടുക്കണം അതനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു സ്ലൈസ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലും അല്പം ന്യൂട്ടെല്ല തേച്ച് കൊടുക്കാം. ഇനി ആ സ്ലൈസിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് അല്പം ബ്രെഡിൻ്റെ മുകളിൽ നമുക്ക് ബട്ടർ പുരട്ടി കൊടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് തവയിൽ വെച്ച് ടോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ല എന്നുണ്ടെങ്കിൽ ടോസ്റ്ററിൽ വെച്ച് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. നമുക്ക് പാൻ ചൂടാക്കാനായിട്ട് വയ്ക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ ബട്ടർ പുരട്ടിയ ഭാഗം നമുക്ക് താഴേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ അല്പം ബട്ടർ പുരട്ടി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 വശവും ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇതൊരെണ്ണം ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ബട്ടറിൽ ടോസ്റ്റ് ചെയ്തതുകൊണ്ട് പുറം ഭാഗം നല്ല ക്രഞ്ചിയാണ്, എന്നാൽ നല്ല ചോക്ലേറ്റ് അകത്തായിട്ട് കുട്ടികൾക്ക് തീർച്ചയായും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്.